യോഗ്യരും പ്രമുഖരും നേതാക്കളും ഒക്കെയാണ്. ഇവിടെ 101 ഭ്രാന്തന്മാര് ഒരാൾക്ക് വോട്ട് ചെയ്തു. എന്നാൽ ഈ ബുദ്ധിമാന്മാരും നേതാക്കളും ശക്തന്മാരും പണ്ഡിതന്മാരും ഒക്കെയായ 100 ആള് വോട്ട് ചെയ്ത ആള് തോൽക്കുമല്ലോ അല്ലേ? ഈ 101 ഭ്രാന്തന്മാര് വോട്ട് ചെയ്തോനല്ലേ മന്ത്രിയാകുക, ഓനല്ലേ ഭരിക്കുക? അർത്ഥശൂന്യമായ ജനാധിപത്യം ഇസ്ലാമിൽ ഇല്ലേ എന്ന് ചോദിക്കും. ഇന്നത്തെ ഈ ജനാധിപത്യം ഇല്ല. എന്നാലുണ്ട്. എങ്ങനെ? അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ആലോചിച്ച് അവര് തീരുമാനിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ ഭരിക്കേണ്ടത്. ആരാണ് ഈ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ്? കൈകാര്യകർത്താക്കൾ എന്നാണ് അതിനെ പരിഭാഷപ്പെടുത്തുക. പക്ഷെ പരിഭാഷ കൊണ്ട് കാര്യമല്ലല്ലോ. 2 വിഭാഗമാണത്. ഒന്ന്, ദീനിനെ ആഴത്തിൽ പഠിച്ചറിഞ്ഞ അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കിയ മഹാന്മാരായ ഉലമാക്കൾ. അവർക്ക് ഹൈറും ഷെറും തിരിച്ചറിയാൻ അറിയൂ. ഹക്കും ബാത്തിലും വേറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന് അഹ്ലിയത്തുള്ളത് ആർക്കാണെന്ന് തിരിയുന്നത് ബഹുമാനപ്പെട്ട ഉലമാക്കന്മാർക്കാണ്. എന്നാൽ ഉലമാക്കന്മാർക്ക് മാത്രം പറഞ്ഞാൽ പോരല്ലോ. നാട്ടുകാരണവന്മാർ, നാട്ടിലെ കാര്യങ്ങൾ നടത്തുന്ന പ്രാദേശിക ഭരണാധികാരികൾ, ഗോത്രത്തലവന്മാർ തുടങ്ങി ഭരണകാര്യങ്ങൾ നേരിട്ട് ഇടപഴകി പരിചയവും പക്വതയും അനുഭവസിദ്ധിയുമുള്ള നാട്ടു നേതാക്കൾ, ഈ 2 കൂട്ടരും കൂടി കൂടുന്നതാണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ്. എന്താ? ഉലമാഇന് ദീന് നന്നായി അറിയും. അവരുടെ ഇൽമു വെച്ച് ചിന്തിച്ച് യോഗ്യനാണെന്ന് മനസ്സിലാക്കി. അതേ സമയത്ത് ഈ ഗോത്രത്തലവന്മാരും പ്രാദേശിക ഭരണാധികാരികളും ജനങ്ങളുമായി നേരിട്ടിടപെട്ട് അതിൽ പ്രമുഖരാരാണ്, സാധാരണക്കാരാരാണ്, യോഗ്യരാരാണ്, അയോഗ്യരാരാണ്, പ്രാപ്തരാരാണ്, അപ്രാപ്തരാരാണ് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടവരായിരിക്കും നാട്ടുഭരണാധികാരികളും തറവാട്ടുകാരണന്മാരും. അപ്പോ ആരാ ഖലീഫാക്കാൻ പറ്റുക, ആരാ ഭരിക്കാൻ പറ്റുക, ആരാ ഭരിക്കാൻ പറ്റാത്തത് എന്നത് ഭരണപരമായ കാര്യങ്ങളിൽ വ്യക്തമായ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അറിവുള്ള കാരണവന്മാരും ദീനിന്റെ അടിസ്ഥാനത്തിൽ അറിവുള്ള ഉലമാക്കന്മാരും, ഈ 2 കൂട്ടർ ഏകോപിച്ചാൽ ഇസ്ലാമിന്റെ ജമാഅത്ത്. അതാണ് ഇസ്ലാമിലെ തെരഞ്ഞെടുപ്പ്. ഒരാൾ ബാപ്പ രാജാവാണ്, മകൻ രാജാവായി ബാപ്പ ബൈഅത്ത് ചെയ്തത് കൊണ്ട് രാജാവാവൂല. ഇസ്ലാമിൽ അങ്ങനെ നിയമമല്ല. അതിന് മുലൂക്കിയത്ത് എന്നാ പറയുന്നത്. ഇസ്ലാമിൽ മുലൂക്കിയത്തില്ല. ഇസ്ലാമിൽ ഖിലാഫത്താണ്. ഖിലാഫത്ത് മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യമാണ്. ഈ പ്രാതിനിധ്യത്തിന് അവകാശപ്പെട്ടവർ ആര് എന്ന് തീരുമാനിക്കാൻ ഉലമാവും ഉമറാവും ഉൾക്കൊള്ളുന്ന അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് അവിടാണ് തീരുമാനിക്കുക. അപ്പൊ ഇനി ഇവിടെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിൽ വലിയൊരു ഭാഗം പുറത്തേക്കുക. ആ വിഷയം. ഇവിടെ കൂടിയവരൊക്കെ അതിൻ്റെ ആളുകൾ തന്നെ. അഹ്ലുൽ ഹല്ല് അഖ്ദ് എന്ന് പറയുന്ന നല്ല വിവരസ്ഥന്മാരും തറവാട്ട് കാരണന്മാരും യോഗ്യന്മാരുമായ അൻസാരി നേതാക്കളൊക്കെ അവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഹാജിറുകളായ 3 നേതാക്കൾ പങ്കെടുത്തവരും എല്ലാം തികഞ്ഞവരാ. പക്ഷേ യോഗ്യരായ ഒരുപാട് ആളുകൾ പുറത്തുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇജ്മാഅ് പറയാനായിട്ടില്ല. പിറ്റേ ദിവസം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടി. ഇപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞ് ഷറഫാക്കപ്പെട്ട ആ ദേഹം ഇപ്പോഴും വീട്ടിൽ കിടക്കുകയാണ്. മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ല, കഫൻ ചെയ്തിട്ടില്ല, മറമാടിയിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അതിലൊക്കെ വലിയ പ്രശ്നമാണിത്. സഹാബത്ത് അന്ന് തീരുമാനിച്ച തീരുമാനം ഇന്ന് ലോകം തലകുലുക്കി അംഗീകരിച്ചു കഴിഞ്ഞു. അത് ജനാധിപത്യ രാഷ്ട്രമാകട്ടെ, ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യമാകട്ടെ, കമ്മ്യൂണിസ്റ്റ് രാജ്യമാകട്ടെ, മതാധിഷ്ഠിത രാജ്യങ്ങളാവട്ടെ, എവിടെയും അവിടുത്തെ മുഖ്യ ഭരണാധികാരി മരണപ്പെട്ടാൽ തൽസ്ഥാനത്ത് ഒരു ഭരണാധികാരിയെ താൽക്കാലികമായി ആക്ടിംഗ് പ്രസിഡന്റ് അല്ലെങ്കിൽ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമേ നേരത്തെ നിലവിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ മയ്യത്ത് കുളിപ്പിക്കുകയും തുടർന്നുള്ള മരണാനന്തര ശേഷക്രിയകൾ ചെയ്യുകയുമുള്ളൂ. ഇന്നും അതാവസ്ഥ. നിലവിലുള്ള പ്രധാനമന്ത്രി മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അടിയന്തര പാർലമെന്റ് കൂടും. എന്നിട്ട് ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ഈ പ്രധാനമന്ത്രിയുടെ മയ്യത്തിന്റെ ശേഷക്രിയകൾ ചെയ്യാവൂ. അതൊരു നിയമം, അലിഖിത നിയമമാണ്. ലോകം അംഗീകരിച്ചു കഴിഞ്ഞു.
ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ഈ തീരുമാനത്തിൽ നിന്നിട്ട് വന്നതാണ്. യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരം അധിക സമയം വീട്ടിലിട്ടേച്ച് കൂടാ എന്ന് കർശനമായി നിരോധിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് പഠിച്ച സ്വഹാബത്ത് അവർക്കറിയാം അത് സത്യമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട അഹമ്മായ വിഷയം വരുമ്പോൾ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, പ്രാമുഖ്യം നൽകേണ്ടത്. അങ്ങനെ പിറ്റേ ദിവസം, ഇതിപ്പോ തിങ്കളാഴ്ചയാണ്, നേരത്തെ ബനൂ സായിദക്കാരന്റെ പന്തലിൽ വെച്ച് ഖിലാഫത്ത് കൊണ്ട് ബയ്യത്ത് നടന്നത്. പിറ്റേ ദിവസം ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിച്ചു കൂട്ടി. പള്ളി നിറയെ ആളുകൾ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ കയറിയിരുന്നു. അതിന്റെ താഴെ വെച്ച് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം ചെയ്തു. ഇന്ന് പ്രസംഗിക്കുന്നവരോട് കേട്ടില്ല, ഇന്നലെ അതല്ല വിഷയം. ഇന്നലെ അതിങ്ങനെ വിഷയം കത്തി നിൽക്കുകയാണ്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞാൽ ചില വാക്കുകൾ പഴിച്ചു പോയാൽ അത് പിന്നെ തിരുത്താൻ കഴിയില്ല എന്നുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്നലെ പ്രസംഗിക്കാൻ അയക്കാതിരിക്കുക. ഇപ്പൊ പ്രശ്നത്തിന് പരിഹാരമായിണല്ലോ, ഇനി വ്യാഖ്യാന വിശദീകരണം കൊടുക്കുന്നത് അതിന് യോഗ്യം തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാം. അങ്ങനെ നല്ലൊരു പ്രഭാഷണം ചെയ്തു. ആദ്യം തന്നെ തുടങ്ങിയ എന്താണ്? ഇന്നി ഖുൽതു ലക്കും ബില്ലംസി കലാമ, ഇന്നലെ ഞാൻ ചില അബദ്ധങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു. മാ കുന്തു ഫീഹി അലാ ഇൽമിൻ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതല്ല. അഥവാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകം വെടിഞ്ഞിട്ടില്ല. തങ്ങൾ മുനാജാത്തിന് പോയതാണ്. കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം മുനാജാത്തിന് പോയിട്ട് 40 ദിവസമായപ്പോ ഇസ്രായേലിൽ നബി തങ്ങൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ നബി തങ്ങൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് കപടന്മാരുടെ വാദമാണ്. തങ്ങൾ വഫാത്തായിട്ടില്ല, മറിച്ച് ഇവിടെ നിന്ന് മുനാജാത്തിന് പോയതാണ്. 40 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരും. ചില മുനാഫിക്കുകളുടെ നാവർക്കും ചില മുനാഫിക്കുകളുടെ തലയോ കൊയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അത് എനിക്ക് അപ്പോഴത്തെ മാനസിക അവസ്ഥ വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഖുർആനിൽ നിന്നിട്ട് മനസ്സിലാക്കിയതോ തിരുസുന്നത്തിൽ നിന്നിട്ട് പഠിച്ചതോ ആയിരുന്നില്ല. മറിച്ച് ഞാൻ കൊതിച്ചു, ഞാൻ ആശിച്ചു, അഭിലഷിച്ചു. നമ്മളൊക്കെ ജീവിച്ച് മരിക്കുന്നത് വരെയും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ദീനിന്റെ കാര്യങ്ങൾ ചട്ടവട്ടമാക്കി നമ്മുടെ മുന്നിൽ നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, നമ്മളവിടെ ഇട്ടേച്ച് പോവില്ല എന്നൊരു തോന്നൽ എനിക്ക് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഞാനതിൽ നിന്നിട്ട് പിന്മാറുന്നു. എനിക്കെല്ലാം ബോധ്യപ്പെട്ടു കഴിഞ്ഞു, നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതുപോലെ തന്നെ. ഇനി പറയാനുള്ളത്, നമുക്ക് തർക്കമില്ലാത്ത അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു കാര്യമാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ഉമ്മത്തിൽ അബൂബക്കറിനേക്കാൾ ഖൈറായ ഒരാളില്ല എന്ന് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമുക്കിടയിൽ രണ്ടഭിപ്രായമില്ലാത്തതാണ്. മാത്രമല്ല, ദിവസങ്ങളോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജീവിച്ച് രോഗിയായി അവശനായി കിടക്കുമ്പോൾ നമ്മളെയൊക്കെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി ഇമാമായി തങ്ങൾ നിയമിച്ചത് സിദ്ദീഖിനെയാണ്. ആ സിദ്ദീഖിനെ മൗമൂമാക്കി നിർത്തി ഒരാൾ ഖലീഫയായി ഇമാമ് നിൽക്കാൻ ധൈര്യവും മനക്കരുത്തുമുള്ള മോമിനീങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? കാരണം തങ്ങൾ ജീവിക്കുമ്പോ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തക്ബീർ കെട്ടിയിട്ടേ ഉള്ളൂ. ഉടനെ തങ്ങൾ പ്രതിഷേധിച്ചു. എന്ത് പറഞ്ഞു? ലാ വയബല്ലാഹു വൽ മുസ്ലിമുൻ ലാ അബൂബക്കറിൻ, പറ്റില്ല. അബൂബക്കർ നിലനിൽക്കുമ്പം മറ്റൊരാളുടെ നേതൃത്വം അള്ളാഹു അംഗീകരിക്കില്ല, മുസ്ലിം ലോകം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആ അബൂബക്കർ ഇത്രയും ദിവസം ഇമാമായി നബി തങ്ങൾ നിസ്കരിപ്പിച്ചതാ. ആ അബൂബക്കറിനെ ഖലീഫയാക്കാതിരുന്നാൽ ഖലീഫ ഇമാമ് നിൽക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാ. ഖലീഫ എവിടെ ഉണ്ടോ അദ്ദേഹം വേണം ഇമാമ് നിൽക്കാൻ. ഖുതുബ ഓതാൻ അദ്ദേഹം വേണം. അവരാണ് നേതാവ്, ബാക്കിയുള്ളവർ അവരുടെ അനുയായികളാണ്. അങ്ങനെ വരുമ്പോൾ അബൂബക്കർ അല്ലാത്ത ഒരാൾ ഖലീഫയായാൽ നബി തങ്ങൾ ഇമാമാക്കിയ അബൂബക്കർ സിദ്ദീഖ് മഅ്മൂമായി അവരുടെ മുന്നിൽ ഇമാമ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധ്യമാണോ? സഹാബത്ത് ഒരേ സ്വരത്തിൽ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായവർ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ഖുർആൻ തന്നെ അക്കാര്യം എടുത്തു പറഞ്ഞതുമാണ്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുതു ഉലിൽ ഖുർബാ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ മഹാന്മാർ, മഹത്വവും ആദരവുമുള്ള ആളുകൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ട മുഹാജിറുകളായ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൂല എന്ന് സത്യം ചെയ്യാൻ പാടില്ല. ഈ ഉലുൽ ഫദ്ൽ സമ്പന്നൻ എന്നല്ല അർത്ഥം. കാരണം എന്നോട് തൊട്ടടുത്ത അല്ലാഹു തആല പറയുന്നു വസ്സഅതി, സമ്പന്നന്മാരും. അപ്പൊ സമ്പത്തുമുണ്ട് ബഹുമാനാദരവുകളുമുള്ള ആളുകൾ എന്ന് അള്ളാഹ് തന്നെ എണ്ണി പറഞ്ഞ ആളാണ്.
ഇങ്ങനത്തെ സിദ്ദീഖിനെ മഅ്മൂമാക്കി നിസ്കരിക്കാൻ മുസ്ലിമിന് പറ്റുമോ? അതുകൊണ്ട് ഇന്നലെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ബൈഅത്ത് ചെയ്തെങ്കിലും ഇന്ന് പരസ്യമായ നിങ്ങളുടെ മുന്നിൽ സിദ്ദീഖാണ് മിമ്പറിൽ ഇരിക്കുന്നത്, കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുവീൻ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ കൂടിയ മുഴുവൻ ആളുകളും ബൈഅത്ത് ചെയ്തു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിയില്ല, എല്ലാവരും ബൈഅത്ത് ചെയ്തു. സഭയ്ക്ക് ഇങ്ങനെ നോക്കി. അയിന അബ്ബാസ്, എളാപ്പയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പാനെ കാണാനില്ല. അപ്പം എന്താ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി അവിടെ കിടക്കുകയാണ്. സ്വന്തം വാപ്പാന്റെ സ്ഥാനത്തല്ലേ എളാപ്പ. വാപ്പാനെ പോലെ നബി തങ്ങൾ സ്നേഹിച്ചതും ആ നിലക്ക് കൊണ്ടുവരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് അവിടെ നിന്ന് പോരാൻ പറ്റിയിട്ടില്ല, അളച്ചു ഒന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ബാസ് അന്ത അമ്മു റസൂലില്ലാഹി വസിൻവു അബി, പിതാവിന്റെ സ്ഥാനത്ത് അള്ളാഹിന്റെ ഹബീബിന്റെ പിതൃവനാണ്. തുരീദു അൻ തൻഖല്ല അസാ മുസ്ലിം അസൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? എന്തേ നിങ്ങൾ മാറി നിന്നത്? നിങ്ങളെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ഉയർന്ന പദവിയിലുള്ള ഒരാള് മാറി നിന്നാൽ മുസ്ലിം സമുദായം അത് ഇജ്മാഅത്ത് അംഗീകരിക്കുമോ? റസൂലില്ല, ഒന്നും വിചാരിക്കരുത്, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, എനിക്ക് അവിടെ നിന്ന് പോരാൻ വയ്യ. എൻ്റെ മോനാണല്ലോ കിടക്കുന്നത്, ഫാത്തായി കിടക്കുന്ന ഹബീബ്, എൻ്റെ മോൻ അവിടെ നിന്ന് എനിക്ക് പോരാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ഖലീഫ ആവുന്നതിന് എനിക്ക് യാതൊരു വിരോധമില്ല. അവിടെ വെച്ച് ബൈഅത്ത് ചെയ്തു. തീർന്നില്ല, വീണ്ടും നോക്കി. അലിയുൻ, അലിയെവിടെ? സഭയിലെത്തിയിട്ടില്ല. ആളയച്ച് നോക്കുമ്പോ എന്താ, ചെറിയ കുട്ടിയായതിന് മുതൽ പോറ്റി വളർത്തിയ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മോളെ കെട്ടിച്ചു കൊടുത്ത മരുവനാണ്. വേറെഞ്ഞൊരു മക്കളില്ലല്ലോ നബി തങ്ങൾക്ക്, ആകെ ഫാത്തിമ ബീവിയല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നേരത്തെ മരിച്ചുപോയില്ലേ. നിലവിലുള്ള മോളെ ഭർത്താവാണ്, പോറ്റുമകനാണ്, ഒക്കെയാണ്. വിളിപ്പിച്ചു, വന്നിട്ട് ചോദിച്ചു, അള്ളാഹു റസൂലിന്റെ പിതൃവ്യപുത്രൻ എന്ന് പറഞ്ഞ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ യോഗ്യനും സ്ഥാനീയനുമായ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർക്കണമെന്നാണോ പാവം? അദ്ദേഹം പറഞ്ഞു, ലാലിക ഖലീഫത്ത് റസൂലില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങളുടെ ഭാഗത്തില്ല. പക്ഷെ ഇങ്ങോട്ട് പോരുന്നതിന് ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് എത്താതിരുന്നതാണ്. അപ്പൊ തന്നെ ബൈഅത്ത് ചെയ്തു. പിന്നെ അങ്ങനെ നോക്കി, ഒരാളെ ഇനിയും കാണുന്നില്ല. ആരാ? മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായിയുടെ മകനാണ്, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടവരാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകള് അസ്മാ ബീവിനെ കെട്ടിയ ആളാണ്. മൂത്തച്ഛൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതോടുകൂടി മച്ചുരൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ സുബൈർ അൻത ഹവാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാർക്കും ഹവാരികളായ സമ്പൂർണമായി തികഞ്ഞ അനുയായികളാവുന്ന ചില ആളുകൾ ഉണ്ടാവുമെന്നും എൻ്റെ സമുദായത്തിലെ എൻ്റെ ഹവാരിയാണ് സുബൈർ എന്നും പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിംകൾക്കിടയിൽ അനൈക്യമുണ്ടാക്കണം എന്ന ലക്ഷ്യമുണ്ടോ? എന്താ നിങ്ങൾ പൊതുബയ്യത്തിന് വരാതിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖലീഫത്ത് റസൂലില്ല, ഒന്നും വിചാരിക്കരുത്, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല, പോരാൻ വീട്ടിൽ നിന്ന് പറ്റാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ അടുത്താണുള്ളത്. അങ്ങനെ സമ്പൂർണ്ണ ബൈഅത്ത് കഴിഞ്ഞു. ബൈഅത്ത് കഴിഞ്ഞതിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ചെറിയൊരു പ്രഭാഷണം, വളരെ ചെറിയ പ്രഭാഷണമാണ്, പക്ഷേ അതിൽ ഉൾക്കൊള്ളാത്ത ഒരു തത്വവുമില്ല. സംക്ഷിപ്തമായ വാക്കുകളിൽ മുസ്ലിം ഗവൺമെന്റിന്റെ ഇസ്ലാമി ഖിലാഫത്തിന്റെ നയപ്രഖ്യാപനം നടത്തുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അയ്യുഹന്നാസ് ഖദ് വല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിൻ മിൻകും. ഓ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങളുടെ ഭരണാധികാരം എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങളിൽ ഉത്തമനായ ഒരാളാണെന്ന് ഒരിക്കലും എന്നെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. സത്യം അതാണ്. അതെന്താ എന്നേ നമ്മൾ പറഞ്ഞേക്കാം. ഞാൻ തങ്ങളാണ്, ഞാൻ വരുമ്പങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ ഇരിക്കരുത്, അങ്ങോട്ട് മാറിയിരിക്കണം എന്നൊക്കെ പറയുന്ന കിബറാണ്. ഞാൻ വരുമ്പോൾ എഴുന്നേറ്റിരിക്കരുത്, അവിടെ അടങ്ങിയിരുന്നാൽ മതി, നിങ്ങൾ എൻ്റെ അടുത്തിരുന്നോളി, ഒന്നും മാറിയിരിക്കണം എന്നെ പറയേണ്ടത്. എന്നാൽ വസ്തുത ലോകം അംഗീകരിച്ച മുസ്ലിം സമുദായത്തിന്റെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷത്തിലധികം വരുന്ന അംബിയാ മുർസലുകൾ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ഉത്തമനായ അഫ്ളലായ സൃഷ്ടി
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ആ സ്ഥാനമുള്ള ഒരാൾ പിന്നെ അമ്പിയാക്കളല്ലാതെ ലോകത്തുണ്ടായിട്ടില്ല, അതിനൊട്ട് ഉണ്ടാവുകയില്ല. എന്നാലും തവാളുവിന് വേണ്ടി, താഴ്മ പ്രകടിപ്പിക്കാൻ വേണ്ടി മഹാനവർ പറഞ്ഞു, വലസ്തു ബി അഫ്ളല മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എന്നിട്ട് പറഞ്ഞു, ലസ്തു ബിമുബ്ദിഇൻ വലാകിൻ അന മുത്തബിഉൻ, ഞാൻ പുതുതായി ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പുതിയതായി ഒന്നും എനിക്ക് ഇവിടെ പ്രവർത്തിക്കാനില്ല, മറിച്ച് ഇന്നി മുത്തബിഉൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ചെയ്തു തന്ന, കാണിച്ചു തന്ന, പ്രവർത്തിച്ചു തന്നത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും കൃത്യമായി പിന്തുടരുകയല്ലാതെ എനിക്ക് എൻ്റെതായ ഒരു നയം ഇല്ല. ഖുർആൻ എന്ത് പറഞ്ഞോ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതാണ്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാഹിന്റെ ഹബീബ് ഈ ലോകത്ത് കാണിച്ചു തന്ന മാതൃക എന്തോ അത് അക്ഷരം പ്രതി എൻ്റെ ജീവിതത്തിൽ പകർത്തുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഈ ഖുർആൻ സുന്നത്തിന്റെ മാർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിൽ ഞാൻ നേർക്കുറച്ചു നിന്നുകൊണ്ട് എൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ട മോമിനുകളെ, നിങ്ങൾ എന്നെ പിന്തുണക്കണം, എനിക്ക് സഹായിക്കണം, എന്നോട് സഹകരിക്കണം. അതല്ല വല്ല വക്രതയും എൻ്റെ സ്വഭാവത്തിലോ എൻ്റെ പെരുമാറ്റത്തിലോ എൻ്റെ നടപടിയിലോ തിരുസുന്നത്തിൽ നിന്നിട്ടുള്ള വല്ല വളവും വ്യതിയാനവും കണ്ടാൽ ഫഖവ്വിമൂനി, എന്നെ നേർക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, അക്കാര്യവും നിങ്ങൾ ചെയ്യണം. അത്തിഊനി മാ അതഅതുല്ലാഹ്, ഞാൻ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ അനുസരിച്ച് കൊള്ളണം. അള്ളാഹു ദീനിന്റെ കടമയാണ് നിങ്ങൾക്ക്. വഇൻ അസൈതുല്ലാഹ ഫലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഞാൻ അള്ളാഹുവിനെതിരായി തിരുനബി തങ്ങളുടെ സുന്നത്തിന് വിപരീതമായി വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് നിങ്ങൾ ഒരിക്കലും അനുസരിക്കേണ്ട ആവശ്യമില്ല. കാരണം ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവാവുന്ന തമ്പുരാന്റെ ആജ്ഞക്കെതിരെ ഏത് വലിയവൻ പറഞ്ഞാലും അതനുസരിക്കേണ്ട ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തിനില്ല. അലാ ഖൂമു ഫസല്ലു ഖൂമു ഇലാ സലാത്തിക്കും. തീർന്നു, അത്രേ ഉള്ളൂ. ഇതിൽ പെടാത്തൊരു സുന്നത്തിന് ബാക്കിയില്ല. അതായത് മുസ്ലിം ഭരണാധികാരിയുടെ ഭരണഘടന, വിശുദ്ധ ഖുർആൻ ശരീഫും അതിൻ്റെ വിശദീകരണമാവുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും അതാണ്. അത് നടപ്പിലാക്കുക, പ്രചരിപ്പിക്കുക, ജനങ്ങളിൽ എത്തിക്കുക, ഇത് മാത്രമാണ് ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം. അല്ലാതെ പുതിയതായ നിയമങ്ങൾ നിർമ്മിക്കുകയും ആ നിർമ്മിച്ച നിയമം നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക ഭരണകൂടത്തിലില്ല. നിയമം അള്ളാഹുവിൻ്റെതാണ്. അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കാണിച്ചു തന്നതാ. ആ കാണിച്ച് പ്രാക്ടിക്കലായി ഇവിടെ ഉപയോഗിച്ച് കാണിച്ചു തന്നത് നിലനിർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക, ഇതാണ് ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞു ഖിലാഫത്ത് നയപ്രഖ്യാപനവും ബൈഅത്തും പൂർത്തിയായി. എണ്ണപ്പെട്ട ഒരാളും ഈ ബൈഅത്തിൽ നിന്നിട്ട് ഒഴിഞ്ഞു നിന്നിട്ടില്ല. എന്നാൽ അലി റളിയല്ലാഹു തആല അൻഹു ആദ്യം വന്നില്ലല്ലോ. ആദ്യം വന്നിട്ടില്ല. എന്തുണ്ട്? വരാൻ പാടില്ലല്ലോ, അല്ലേ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വഫാത്തായിട്ട് അവിടെ കിടക്കുകയാണ്. സ്വന്തം മകനെ പോലെ പോറ്റി വളർത്തിയ അലിയാര് മാളെ കെട്ടിയ ഉദയാപ്പളെ ഇങ്ങോട്ട് ഓടിച്ചാടി വരിക. അവിടെ ഇരിക്കണ്ടേ? വിളിച്ചപ്പോൾ വന്നു, കാര്യം പറഞ്ഞു കൊടുത്തു, തീർന്നല്ലോ. ഇനി പിന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യവും കഫൻ ചെയ്യുന്ന കാര്യവും മറമാടുന്ന കാര്യവും ചർച്ച ചെയ്യുകയും, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മറമാടുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ച് അവിടെ തന്നെ ഖബർ കുഴിച്ചു, അവിടെ തന്നെ നിസ്കാരം നിർവഹിച്ചു, എന്നിട്ട് ഖബറടക്കപ്പെട്ടു. ബുധനാഴ്ച രാത്രിയാണ്, ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടുന്നത്. കാരണം എന്താ? ചൊവ്വാഴ്ച ഉച്ചക്കാണ് ഈ സംഗതി നടക്കുന്നത്, ബയ്യത്ത് നടക്കുന്നത്. ബയ്യത്ത് കഴിഞ്ഞാൽ വൈകുന്നേരമായില്ലേ, പിന്നെ മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. ആളുകൾ വരിയായി വന്ന് നിസ്കരിച്ച് ഒന്നായിട്ട് ഒരു ജമാഅത്തായിട്ടല്ലേ ഇനി വരിക. ഒരു സംഘം വരിക, അവർ നിസ്കരിക്കുക, പുറത്തിറങ്ങുക, വേറൊരു സംഘം വരിക, അവർ നിസ്കരിക്കുക, പുറത്തിറങ്ങുക, വേറൊരു സംഘം വരിക. ഇങ്ങനെ വന്ന് 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 പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം മറമാടി രാത്രി വൈകിട്ട് പിറ്റേ ദിവസം ബുധനാഴ്ചയായി. 3-ാം ദിവസം വലിയൊരു പ്രശ്നം മുസ്ലിം ലോകം നേരിട്ടു.
എന്താണ്? നേരത്തെ തന്നെ മുനാഫിക്കുകൾ കള്ളപ്രവാചകന്റെ പേരിലും അല്ലാത്ത പേരിലുമുണ്ട്. ഇനിയും പരിസര പ്രദേശങ്ങളിലുള്ള അറാബി ഗോത്രങ്ങൾ എന്തിനും തയ്യാറായി ഇളകി നിൽക്കുകയാണ്. അതിൻ്റെ ഇടക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്തിന് മുമ്പായി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യത്തെ രൂപീകരിക്കുകയും അതിൽ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കളിൽപ്പെട്ട പ്രമുഖരെ മുഴുവനും ഉൾപ്പെടുത്തി കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ള ബഹുമാനപ്പെട്ട ഉസാമത്തിനെ അമീറാക്കി. അതിൽപ്പെട്ട ഒരു മെമ്പറാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഹാബത്ത് മുഴുവനും മെമ്പർമാരായ സൈന്യത്തിന്റെ കമാൻഡറായി ബഹുമാനപ്പെട്ട കുട്ടിയാവുന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ നിയമിച്ച് ഷാമിന്റെ ഭാഗങ്ങളാവുന്ന ഫലസ്തീന്റെ പരിസര പ്രദേശങ്ങൾ ബൽഖ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് സൈനിക നീക്കം നടത്താൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചതാണ്. കാരണം നേരത്തെ ജയ്ഷുൽ ഉസ്റത്ത് എന്ന് പറയുന്ന തബൂക്ക് യുദ്ധം റോമക്കെതിരിൽ നയിച്ച യുദ്ധമാണ്. പക്ഷേ റോമ നേരിട്ട് ഏറ്റുമുട്ടാൻ വന്നിട്ടില്ല. കാരണം അവർ വേദക്കാരാണ്, അവർക്കറിയാം നബിതങ്ങളോട് ഏറ്റുമുട്ടിക്കൂടാന്ന്. വന്നില്ല. പക്ഷെ എന്നാലും ആ യാത്ര വമ്പിച്ച പുരോഗതി ഇസ്ലാമിനുണ്ടാക്കി. കാരണം മദീനയുടെ വടക്കൻ മേഖല സമ്പൂർണമായും ഇസ്ലാമിന് കീഴ്പ്പെട്ടു. ആ പോകുന്ന വഴിയിൽ 10-ലധികം പ്രദേശങ്ങൾ ഇസ്ലാമിന് ബൈഅത്ത് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും പലരും ഇസ്ലാം മതം സ്വീകരിക്കുകയും അല്ലാത്തവര് ഇസ്ലാമിന്റെ ഭരണം അംഗീകരിച്ചുകൊണ്ട് നികുതി കൊടുത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വടക്കൻ മേഖല കംപ്ലീറ്റ് ഇസ്ലാമിന്റെ സ്വാധീന മേഖലയാക്കി മാറ്റാൻ അന്ന് യുദ്ധം നടന്നിട്ടില്ല. റോമക്കാരുമായിട്ട് നേരിട്ട് യുദ്ധം നടന്നിട്ടില്ല. പിന്നെ വെറുതെ ഇത്ര കഷ്ടപ്പെട്ട് 10-30,000 സഹാബത്തിനെ കൂട്ടി ഈ ചുട്ടുപൊള്ളുന്ന സമയത്ത് മാസങ്ങളോളം നീണ്ടുനിന്ന യാത്ര എന്തിനു നബി തങ്ങൾ ചെയ്തു? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന മുഅ്ജിസത്ത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇസ്ലാം പിന്നെ നിലനിൽക്കൂല. കാരണം വടക്കൻ മേഖല മുഴുവനും തുറന്നു കിടക്കുകയാണ്. 100 കണക്കിന് അറബി ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങൾ മുഴുവൻ റോമാ ചക്രവർത്തിയുമായിട്ട് കരാറിലും ബന്ധത്തിലുമുള്ളവരാ. ഏത് സമയത്തും റോമക്കാർ ഇവരെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കും. ഒരിക്കലും മദീനത്തിന് സ്വസ്ഥമായ ഒരു രാത്രി ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഭാഗം അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ആ യാത്ര പോയ വഴിയിലുള്ള മുഴുവൻ ആളുകളും, ചിലയിടത്തൊക്കെ യുദ്ധം നടന്നു, ചിലയിടത്ത് യുദ്ധം നടക്കാതെ തന്നെയും ഇസ്ലാമിന് കീഴ്പ്പെട്ടു. പലരും മുസ്ലിമായി, അല്ലാത്തവരും മുസ്ലിമിന് കീഴ്പ്പെട്ടു. ആ ഭാഗം സുരക്ഷിതമാണ്. എന്നാൽ മൂത്തത്തിൽ പണ്ടൊരു നേരിട്ട് വലിയൊരു യുദ്ധം നടന്നല്ലോ. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നത് ആ മൂത്തത്ത് യുദ്ധം. ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ചാണല്ലോ ഷഹീദായത്. ജഅഫർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചാണല്ലോ ഷഹീദായത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹയും അവിടെയാണ് ഷഹീദായത്. അവിടെ പിന്നെ അവസാനം നേതൃത്വം കൊടുത്തത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതിബുദ്ധി കൊണ്ട്, അദ്ദേഹത്തിലെ ഏറ്റവും സജീവമായ സൈനിക നീക്കം കൊണ്ട് മുസ്ലിങ്ങൾ മാനം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത്. അറിയോ നിങ്ങൾക്ക്? 2,60,000 സൈന്യങ്ങളുണ്ടായിരുന്നു റോമാസാണ്. ഇത്ര 2,60,000. മുസ്ലിങ്ങളോ 7,000 സൈന്യം. വെറും 7,000 ആളുകൾ യുദ്ധം ചെയ്യേണ്ടത് 2,60,000 റോമാ സൈന്യത്തോടാണ്. റോമാ സേന എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്ത് നിലവിലുള്ള എല്ലാ അത്യന്താധുനിക ആയുധങ്ങളും നിറഞ്ഞവരാണ്. സമ്പൽ സമൃദ്ധി കൊണ്ട് മതിമറന്നവരാണ്. 2,50,000 വരുന്ന സൈന്യത്തോട് കേവലം വെറും അറബി വാളും പരിചയവുമായി പോയ 7,000 ആളുകൾ യുദ്ധം ചെയ്യാ. എങ്ങനെ രക്ഷപ്പെടുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്. 3 നേതാക്കന്മാരും ഷഹീദായി. അവസാനം നിങ്ങളൊരാളെ കൂടി തീരുമാനിക്കണം എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് കൂടിയിരുന്നിട്ട് മുഷാവറ ചെയ്തു. അക്ക് കണ്ടേര് അന്ന് സാധാരണ ഒരു പട്ടാളക്കാരനായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അമീറാകണം എന്ന് സ്വഹാബത്ത് അക്ക് കണ്ടേനെ തീരുമാനിച്ചു. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ അഖദ സൈഫ സുമ്മ അഖദ റായത സൈഫും മിൻ സിയൂഫില്ലാഹ്. 3 നേതാക്കന്മാരും പതാകവാഹകർ അവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവസാനം അള്ളാഹുവിന്റെ ഊരപ്പെട്ട ഖഡ്ഗങ്ങളിൽപ്പെട്ട ഒരു വാൾ ഇസ്ലാമിന്റെ പതാക ഏറ്റെടുത്തിരിക്കുന്നു. ഈ പറഞ്ഞ സൈഫും മിൻ സിയൂഫില്ലാഹ് ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു. അദ്ദേഹം വൈകിട്ട് യുദ്ധം നിർത്തി വെച്ചു. രാത്രിയായ പിന്നെ അന്ന് യുദ്ധം ചെയ്യില്ല. അങ്ങനത്തെ സ്വഭാവമാണ് സാധാരണഗതിയിൽ. എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് കൂടി. മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു,
ഈ നിലയ്ക്ക് യുദ്ധത്തിൽ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ഒരു രക്ഷയില്ല, ഒരു കുട്ടി ബാക്കി ഉണ്ടാവില്ല. നമ്മൾക്ക് മാനം കെടാതെ അവിടുന്ന് രക്ഷപ്പെടണം. അതിനുള്ളൊരു പണി ഞാൻ പറയാം. എന്താ? സൈന്യത്തെ പകുതിയും പകുതിയാക്കി തിരിക്കുന്നു. 4000 ആളുകൾ യുദ്ധത്തിന് പോവുക, 3000 ആളുകൾ മാറിക്കുക. ആകെ 7000 ആളുകൾ, 3000 ആളുകൾ മാറിക്കുക. മാറി നിൽക്കുന്നത് 3 ബറ്റാലിയനായിട്ട് 500 വീതം നിൽക്കണം. ഈ 500 ആളുകളും പതാക പിടിച്ചിട്ട് മലഞ്ചെരുവിൻ്റെ അപ്പുറത്ത് പോയിട്ട് നിൽക്കണം. എന്നിട്ട് ഇവിടെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഞാൻ തക്ബീർ ചൊല്ലും. തക്ബീർ ചൊല്ലുമ്പം ഈ 4000 ആളുകൾ ഒന്നിച്ച് തക്ബീർ ചൊല്ലണം. ഈ തക്ബീർ കേൾക്കുമ്പം 1ാമത്തെ ബറ്റാലിയൻ 500 ആളുകൾ പതാക പിടിച്ച് ഒച്ചത്തിൽ തക്ബീർ ചൊല്ലി വരണം. അങ്ങനെ കുറച്ച് കഴിയുമ്പം വീണ്ടും ഞാൻ ഒച്ചത്തിൽ തക്ബീർ ചൊല്ലും. ആ തക്ബീർ ചൊല്ലുന്ന സമയത്ത് 2ാമത്തെ ബറ്റാലിയൻ അവർ തക്ബീർ ചൊല്ലിക്കൊണ്ട് പതാകയും വഹിച്ചു കൊണ്ടുവരണം. 3ാമത് വീണ്ടും ഞാൻ കുറെ കഴിയുമ്പോൾ തക്ബീർ ചൊല്ലും. ആ തക്ബീർ ചൊല്ലുമ്പോൾ 3ാമത്തെ സംഘവും വരണം. അതിന്റെ പുറമെ ഇന്നലെ ഇടതുവശത്ത് നിന്നവർ ഇന്ന് വലതുവശത്ത് നിൽക്കണം. ഇന്നലെ വലതുവശത്ത് നിന്നവർ ഇന്ന് ഇടതുവശത്ത് നിൽക്കണം. ഇന്നലെ മുന്നണിയിൽ നിന്നവർ ഇന്ന് പിന്നണിയിലേക്ക് മാറണം. ഇന്നലെ പിന്നണിയിൽ നിന്നവർ ഇന്ന് മുന്നണിയിലേക്ക് മാറണം. പിറ്റേ ദിവസം യുദ്ധത്തിനിറങ്ങി. ഇവരിങ്ങനെ മലവെള്ളം പോലെ സൈന്യമുണ്ട്. പക്ഷെ വരുന്നവരൊക്കെ പുതിയ ആളുകളാണ്. കാരണം മുന്നിൽ വരുന്നവർ നോക്കുമ്പോൾ ഒറ്റ കുട്ടി ഇന്നലെ മിന്നാന്നും പരിചയമുള്ളവർ ആരുമില്ല, പുതിയ ആളുകളാണ് മുന്നിലൊക്കെ. അപ്പൊ ഇടത്തുള്ളവർ നോക്കുമ്പോൾ ഒക്കെ പുതിയ ആളുകൾ, പഴയവരാരും കാണാനില്ല. വലത്ത് നോക്കുമ്പം പുതിയോല് ഒക്കെ പുതിയോല്, ബേക്കിൽ നോക്കുമ്പോൾ മുഴുവൻ പുതിയൊരു. ഇവര് പറഞ്ഞു മുഹമ്മദ് അത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യനൊന്നുമല്ല. നമ്മളോട് വെറുതെ ഒന്നുമല്ല, നമ്മളിങ്ങോട്ട് വന്നിട്ട് നമ്മളിതിലിട്ട് കുടുക്കി കൊല്ലണം എന്ന് കരുതിയിട്ട് ആദ്യം കുറച്ചാണ് അയച്ചതാ. ഓല് ക്ഷീണിച്ച് കണ്ടപ്പോൾ ഓലെയാണ് പിൻവലിച്ചിട്ട് പുതിയ ടീമിനെ അയച്ചതാണ്. ഇവരോട് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലോണം മെനക്കെടേണ്ടി വരും. അപ്പൊ തന്നെ വരും മനസ്സ് ഞെട്ടി. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ, ആയുധപരവും ശരീരപരവും ഒന്നുമല്ല, മനസ്സിന്റെ ധൈര്യമാണ്. മനസ്സ് ഞെട്ടി. തീർന്നില്ല, യുദ്ധം ഇങ്ങനെ തുടങ്ങി വരുമ്പോ അതാ പിന്നെയും തക്ബീർ ചൊല്ലി ആളിങ്ങനെ വരുന്നു. പടച്ചോനെ, ഇത് എവിടെ എത്തുക? ഈ പോക്ക് പോയാലും നമ്മളിപ്പോ ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിന് 4 പാടും അങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ അതാ വരുന്നു, തക്ബീറും ചൊല്ലിയിട്ട് ആളുകൾ ഇങ്ങനെ വരുന്നു. ഇവര് പറഞ്ഞു നോക്കിയാൽ പണ്ട് മാസ്റ്റർ പറയലുണ്ട്, കീലത്ത് മാസ്റ്റർ, പാച്ചിന്റെ ഊക്കുപോലെയാണ് ആയുസിന്റെ നീട്ടെന്ന്. ഇവിടെ ഇനി നിൽക്കണേറ്റാലും നല്ലത് ആയുസിന് നീട്ടം കിട്ടണമെങ്കിൽ നല്ല തടിയൊക്കെ ഇട്ട് ഉമ്മാന്റെ പെരേക്ക് ഓടലായിരിക്കും നല്ലത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ പിന്നെയും വരുന്നു. അല്ലാഹു അക്ബർ തക്ബീറും ചൊല്ലിക്കൊണ്ട് 500 ആളുകൾ ഒന്നിച്ച് തക്ബീർ ചൊല്ലി കൊടി പറന്നുകൊണ്ട് ഇങ്ങനെ വരുന്നു. കാണുമ്പം തടി കിട്ടിയ ബോട്ടിന് സിന്ദാബാദ് വിളിച്ചാലാണ് ഇപ്പം നല്ലത്. നിനക്ക് ഒരു പിന്മാറിയതാണ്. ആ പിന്മാറിയ തന്ത്രത്തിൽ ആളെയും കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടതാണ്. ഒരു തന്ത്രം തന്നെയാണ്, അത്ഭുതപ്പെടുത്തുന്ന തന്ത്രം. ഇനി അങ്ങോട്ട് പോയാൽ ലോക അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുത മനുഷ്യനാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു. ഏതായാലും ആട്ടെ, അങ്ങനെ പോന്ന ആ നാട്ടിനൊരു പാഠം പഠിപ്പിക്കണം. അത് ആര് തന്നെ നല്ലത്? ഇതിനാദ്യം കൊടി പിരിച്ച സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹു. സ്വന്തം വാപ്പ കൊല്ലപ്പെട്ട മണ്ണിൽ വരുമ്പം മകന് ചോര തിളക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് വേണ്ടി രക്തം ചിന്താൻ ഒരു പ്രശ്നമുണ്ടാവില്ല. അതുകൊണ്ട് ഉസാമത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യത്തെ രൂപീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് യാത്ര പറഞ്ഞു, വസിയത്ത് പറഞ്ഞു, യുദ്ധത്തിൽ അനുഷ്ഠിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പോഴേക്കാ തങ്ങൾക്ക് സുഖമില്ലാതായി, രോഗിയായി. അപ്പോഴേക്ക് ഇവർ പുറപ്പെട്ടിട്ടുണ്ട്. മദീന പട്ടണത്തിന്റെ വടക്ക് ഭാഗത്ത് പഴയ കണക്കിന് 3 മൈല് ദൂരം എത്തുന്ന ജുർഫ് എന്ന സ്ഥലത്ത് അവർ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കാ നബി തങ്ങൾക്ക് സുഖമില്ലാന്ന് കേട്ട്. അപ്പൊ ആ യാത്ര അവിടെ നിർത്തിവെച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു സ്വന്തം പോരക്കുട്ടിയെ പോലെയാണ്. നബി തങ്ങൾക്ക് ഹസൻ ഹുസൈൻ തങ്ങളോടുള്ള അതേ സ്നേഹവും വാത്സല്യവുമായിരുന്നു ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട്. അങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഉപ്പ ഈ കോലത്തിൽ കിടക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. സൈന്യങ്ങൾ അവിടെ തന്നെ, കുറച്ചാളുകളൊക്കെ സമ്മതം ചോദിച്ചു വന്നു. ബാക്കിയുള്ളവരവിടെ ക്യാമ്പ് ചെയ്യാണ്. തങ്ങൾ വഫാത്തായി ഖലീഫയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ചുറ്റുഭാഗത്തും മുനാഫിക്കുകൾ ഇളകി. നബിമാരെന്നല്ല പറഞ്ഞില്ലേ, അവരൊന്നുകൂടി മുന്ന്. അതിന്റെ പുറമെ സജാഹ് എന്ന് പറയുന്ന പെണ്ണ് നബിയായി.
തുലൈഹത്ത് ബിൻ ഖുവൈലിദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗോത്രത്തലവൻ നബിയായി. ഇങ്ങനെ നബിമാരിങ്ങനെ മുളക്കാണ്. അതിനൊക്കെ ഈ മൊമിനാണ്, നമ്മളും മാപ്പിളയാണ് എന്ന് പറഞ്ഞ കാനേശുമാരി മുസ്ലിമീങ്ങളുടെ ഗോത്രങ്ങൾ മുഴുവനും മതം മാറി മുർത്തത്തായി പോയി. അറാബി ഗോത്രങ്ങൾ, മദീനത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള അറാബി ഗോത്രങ്ങൾ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. എന്താണ് അവരുടെ പ്രശ്നം? അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിക്കുന്നവരാ, 5 വക്ത് കൃത്യമായി ഞങ്ങൾ നിസ്കരിക്കും, റമദാൻ മാസത്തിൽ കൃത്യമായി ഞങ്ങൾ നോമ്പെടുക്കും, ആകുമെങ്കിൽ കഴിവുള്ളവരൊക്കെ ഞങ്ങൾ ഹജ്ജ് ചെയ്യും, പക്ഷേ സക്കാത്തിന് ഞങ്ങൾ തരില്ല. ഇത് തൽക്കാലം ഒരു നീക്കുപോക്ക് എന്ന നിലക്ക് നിങ്ങൾ അംഗീകരിക്കണം. എങ്കിൽ മുസ്ലിം ഗവൺമെന്റിനെയും മുസ്ലിം രാഷ്ട്രത്തെയും ഞങ്ങൾ പിന്തുണക്കും, സഹായിക്കും. ഇല്ലേ ഞങ്ങൾ അനുസരണയും പിന്തുണയും പിൻവലിക്കും. പിന്നെ വരുന്നത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രതിനിധി സംഘം ആളുകൾ വന്നൊക്കെയല്ല, നേതാക്കന്മാര് നാട്ടുകാരന്മാര് വന്നിട്ട് പ്രശ്നം നേരിട്ട് സിദ്ദീഖിനോട് വന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രമുഖ സഹാബാക്കളെ കണ്ട് അവരെല്ലാം വേജാറിലാണ്. ഉസാമ റളിയല്ലാഹു അൻഹും കൂട്ടരും പോവരുത് എന്നാണ് സഹാബത്തിന്റെ എല്ലാവരുടെയും പറയാൻ. കാരണം എന്താ? മുസ്ലിം സൈന്യത്തിന്റെ ഹൃദയമാണ് അതിലിരിക്കുന്നത്. അവരിവിടുന്ന് പോയി ഷാമുക്കാ പോകുന്നത്. അവര് ഷാമ് പോയി ഇവിടെ വരുമ്പോക്ക് മദീനയും പരിസരങ്ങളും കുട്ടിച്ചോറായിരിക്കും. അത്ര ശക്തരായ ഒരു സൈന്യം ഇനി ഇവിടെ ബാക്കിയില്ല. അങ്കുലി പരിമിതരായ ചുരുക്കം നേതാക്കന്മാരെ ബാക്കിയുള്ളൂ. സാധാരണക്കാരും ബാക്കിയൊക്കെ പുറത്തു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഉസാമത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം പോവാൻ പാടില്ല. ആര് പറയും? എല്ലാവരും ചെന്നിട്ട് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടുത്ത ചങ്ങാതിയാണല്ലോ, നിങ്ങൾ പോയിട്ട് പറയും. ഇപ്പോൾ ആ യാത്ര ആത്മഹത്യാപരമാണ്. ഇസ്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബിന്റെ വേർപാടോടുകൂടി മുനാഫിക്കുകൾ മുഴുവനും തലപൊക്കിയിരിക്കുകയാണ്. മുർത്തദ്ദുകൾ ഇളകി പുറപ്പെട്ടിരിക്കുകയാണ്. കള്ളപ്രവാചകന്മാർ കൊടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മദീനയെ കാക്കാൻ പറ്റുന്ന യോഗ്യരായ പ്രമുഖരെ മുഴുവനും ഷാമിലേക്ക് അയച്ചാൽ മദീനയുടെ നിലനിൽപ്പ് ഭീഷണിയാവും. അതുകൊണ്ട് ഇപ്പോൾ ആ സൈന്യത്തെ അയക്കണ്ട, വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ അയക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് പറഞ്ഞു, യാ ഖലീഫത്ത് റസൂലില്ലാഹ്, ഇപ്പോൾ നമ്മുടെ സാഹചര്യം വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് ഉസാമയുടെ സൈന്യം ഇപ്പോൾ അയക്കണ്ട. ഇപ്പൊ തൽക്കാലം ഒരു മദീന കാവല് നിൽക്കട്ടെ. രംഗം ശാന്തമായി അവസ്ഥയൊക്കെ തണിഞ്ഞാൽ പിന്നീട് നമുക്ക് ഷാമിലേക്ക് ആളയക്കാം, ഇപ്പോൾ അയക്കണ്ട. എന്തോ അങ്ങനെ പറയുന്നു? ചുറ്റുഭാഗവും മുനാഫിക്കുകളാണ്. അറാബികൾ മുഴുവനും ഇസ്ലാമിനെതിരിൽ തിരിഞ്ഞു കഴിഞ്ഞു. തന്നെയുമല്ല, അവര് സക്കാത്ത് തരില്ലെന്ന് പറഞ്ഞു വന്നപ്പം നമ്മളത് അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞപ്പോൾ അവര് രോഷാകുലരാണ്. അതുകൊണ്ട് സംഘടിതരായി എപ്പോ വേണമെങ്കിലും, രാത്രി വേണമെങ്കിലും പകല് വേണമെങ്കിലും അവർ മദീനയെ കടന്നാക്രമിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ ഈ പ്രമുഖർ മുഴുവനും നാട് വിട്ടുപോയാൽ മദീനയുടെ അവസ്ഥ എന്താകും? പറഞ്ഞു, മേലെ തര വന്നാൽ ഉമ്മഹാത്തുൽ മോമിനീങ്ങളുടെ കാല് പട്ടി കടിച്ചു വലിച്ചാലും നബി തങ്ങൾ കെട്ടിയ ഒരു പതാക അഴിച്ച് തങ്ങൾ നിയോഗിച്ച ഒരു സൈന്യത്തെ പിന്മാറ്റാൻ അബൂബക്കർ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് സാധ്യമല്ല. മേലെ തല വന്നപ്പോ അതിന്റെ മേലൊന്നും വരാനില്ലല്ലോ. ഉമ്മഹാത്തുൽ മോമിനീങ്ങളെ എല്ലാരും കൊല്ലപ്പെട്ടു പോയിട്ട് ആരും നോക്കാനില്ലാതായിട്ട് പട്ടികൾ വന്നിട്ട് ഉമ്മഹാത്തുൽ മോമിനീങ്ങളുടെ മയ്യത്തിന്റെ കാല് കടിച്ചു വരികയാണ്. എന്നാലും ഞാൻ എന്താക്കൂല, ഉസാമിന്റെ സൈന്യത്തെ ബൽഖയിലേക്ക് അയക്കുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോ അൻസാരികളിൽപ്പെട്ട പ്രമുഖരായ ചില ആളുകൾ വന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്തായാലും ഖലീഫത്ത് റസൂലുള്ളാഹി അത് സമ്മതിക്കുന്നില്ലല്ലോ. എന്നാ ഒരു കാര്യം പറയും, 18 വയസ്സായ ഒരു കുട്ടി, മടമ്പിന്റെ ചുവപ്പ് മാറിയിട്ടില്ല, ആ കുട്ടിനെ അമീറായിട്ട് അയക്കാതെ ഇവിടെ പക്വതയും പരിചയവും യോഗ്യതയുമുള്ള വലിയ പടനായകന്മാരില്ലേ, അതിൽപ്പെട്ട ഒരാളെ അമീറാക്കിയിട്ട് അയച്ചോളി. ഈ വിവരം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയേണ്ട താമസം ഇരിക്കുന്ന ആ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫാഖദ ബിലഹിയത്തി ഉമർ റളിയല്ലാഹു അൻഹു താടി കണ്ട് പിടിച്ചു. എന്താ നീ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പതാക കൈകൊണ്ട് കെട്ടി അക്കൈ കൊടുത്തതാണ് ആ പതാക. ആ പതാക അബൂബക്കർ ജീവിക്കുന്ന സമയത്ത് ആ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാനോ? ആകെ പേടിച്ച്. കാരണം ഖലീഫ ഇത്രയൊന്നും ചൂടാകുന്നത് മൂപ്പര് കണ്ടിട്ടില്ല. മൂപ്പര് പിന്നെ എപ്പോഴും ചൂടാകുന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ശാന്തനാണല്ലോ. ഇങ്ങനെ ചൂടാ മൂപ്പരാകെ പേടിച്ച് പുറത്തിറങ്ങി വന്ന് എന്താ വിവരം എന്ന് വെച്ച് സകിലത്തുക്കും ഉമ്മഹാത്തുക്കും നാശപ്പെട്ടു പോട്ടോക്ക്. നിങ്ങൾ ഓരോരോ ആവശ്യമില്ലാത്ത പണി പറഞ്ഞ് ഈ സാധു മിസ്കീന്റെ പെരടിയിൽ വെച്ച് കിട്ടും. ഞാനാണിത് മുഴുവനും കേൾക്കുന്നത്. ഖലീഫ എന്റെ താടി പിടിച്ചിട്ട് ഒന്നും കാട്ടിയില്ലാന്നേ ഉള്ളൂ. ഇനി മേല ആ വർത്താനം പറയാം, എന്നെ വിടണ്ടാറ്. പോയി രണ്ടും കൽപ്പിച്ചു. പിന്നെ ഒരു രക്ഷയില്ലാന്ന് എല്ലാവർക്കും മനസ്സിലായപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് യാത്ര അയക്കാൻ പോയി. പറഞ്ഞേക്ക് ജുർഫിൽ പോയി നേരിട്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് കുറെ നസീഹത്തുകളും വസിയത്തുകളും പറഞ്ഞു. അദ്ദേഹത്തെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാൽനടയായി കൂടെ നടന്നു, ഉപദേശം പറഞ്ഞുകൊണ്ട്. അപ്പൊ പറഞ്ഞു, യാ ഖലീഫത്ത് റസൂലില്ലാഹ് ഇമ്മാൻ തർകബ വ ഇമ്മാൻ നുൻസില. ഇങ്ങനെ പറ്റൂല, ഞാൻ കുതിരപ്പുറത്തിരിക്കുക, നിങ്ങൾ കാൽനട. ഒന്നിരിക്കൽ നിങ്ങളും വാഹനപ്പുറത്ത് കയറി എന്നാ തിരക്കടില്ല, അല്ലെങ്കിൽ ഞാൻ അപ്പത്തായി ഇറങ്ങുന്നു പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടും ഉണ്ടാവൂല, ഞാൻ വാഹനപ്പുറത്ത് ഇവിടെ കേടൂല്ല, നിങ്ങളിട്ട് ഇറങ്ങാനും സമ്മതിക്കൂല. അള്ളാന്റെ റസൂൽ കയറ്റിയിരുത്തിയതാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല. എന്നിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി ഒരു ചവിട്ടടി വെക്കുമ്പോൾ 700 അങ്ങനെ പറഞ്ഞ 700 ഹസനത്ത് എഴുതപ്പെടുകയും 700 ദർജ ഉയർത്തപ്പെടുകയും 700 ദോഷം പൊറുക്കപ്പെടുകയും ചെയ്യും. അതിനാ നിങ്ങൾ പോകുന്നത്. എനിക്ക് പോരാൻ ഇവിടെ സൗകര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളെ യാത്ര അയക്കാനെങ്കിലും വന്നിട്ട് എൻ്റെ കാലിൽ മണ്ണ് പുരളട്ടെ, ഞാൻ വാഹനം കയറില്ല. അങ്ങനെ അവരെ യാത്രയാക്കി. ഇവര് പോയതോടുകൂടി മുനാഫിക്കുകൾ ഇളകി. കാരണം ഞാൻ അവിടെ പേടിച്ചാൻ ആരുമില്ല. കഴിവുള്ള യോഗ്യരായ പരിചയം പക്വതയുമുള്ള സൈന്യം പോയില്ലേ. അവരിഞ്ഞ് ഷാമിൽ പോയിട്ട് വരുമ്പോൾ 2.5 മാസവും. 1 മാസം അങ്ങോട്ടും 1 മാസം ഇങ്ങോട്ടും. അതിൻ്റെ ഇടയ്ക്കുള്ള യുദ്ധം മറ്റ് ദൗത്യങ്ങൾ വേറെയും കുറേ ദൗത്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 2.5 മാസം പിടിക്കും. അപ്പോഴേക്ക് മദീനയെ കുട്ടിച്ചോറാക്കാം എന്ന സ്വപ്നവുമായി അറാബികളായ അയൽപ്രദേശത്തുള്ള ആളുകൾ സംഘടിച്ചു. പറഞ്ഞേക്കന്നെ സംഗതി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് കാര്യത്തിന്റെ ഗൗരവം അറിയുകയല്ല. നേരെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് പോകുന്നതിന് പകരം ഇടത്ത് തെറ്റി വലത്ത് തെറ്റി പ്രത്യേക റൂട്ട് നിർദ്ദേശിച്ച് ആ റൂട്ടിലൂടെയാണ് പോയത്. എന്തിനാണ്? അതൊക്കെ നബി തങ്ങളുടെ ദീർഘദൃഷ്ടിയ. അതായത് തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞു എന്നറിഞ്ഞാൽ ഇനിയും വടക്കൻ മേഖല ഇളകും. വടക്കൻ മേഖല ഇളകിയാൽ ഇന്നത്തെ അവസ്ഥയിൽ മദീനക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം അത് റോമക്കാർ നേരിട്ടുള്ള ഇടപെടലാണ്. അത് നേരിട്ടിടപെടാതിരിക്കണമെങ്കിൽ ആ ഭാഗത്തെ അടക്കി നിർത്താൻ അവരെ പേടിപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ റൂട്ട്. അവരുടെ അധികാര കേന്ദ്രങ്ങളിലൂടെ ഈ സൈന്യം മാർച്ച് ചെയ്യുമ്പോൾ അടുത്തുള്ള അറാബികൾ ബതുക്കളൊക്കെ പറയാം, മദീന നമ്മളാ വിചാരിച്ചേക്കല്ലട്ട, അവര് ഭയങ്കര ശക്തിയാണ്, അവരുടെ ആ ശക്തിന്റെ ഊക്കാണ് ഈ സമയത്ത് ഷാമിലേക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സൈന്യത്തെ അയക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ഭീഷണി ഉണ്ടെങ്കിൽ ഇവരൊക്കെ പാടപ്പ ഷാമിലേക്ക് എന്തായാലും പോവില്ല. ഇവര് പോയാലും മദീനക്ക് ഒരു പ്രശ്നവും ഇല്ല. ഏത് ശക്തി വന്നാലും ഏത് ശത്രുവിനെ നേരിടാനും സജ്ജരായിക്കൊണ്ട് ശക്തരായ ഒരു ടീം മദീനയിലുണ്ട്. അതുകൊണ്ട് അടങ്ങി നിൽക്ക. ഷാമിൽ പോയിട്ട് ഇറ്റങ്ങളൊക്കെ പാടെ ഹലാക്കാവും. ഓരോ സ്വപ്നാണത്. ഇറ്റങ്ങളൊക്കെ ഹലാക്കാവും. കാരണം 2,60,000 പണ്ടന്നെ ഉള്ളവരാ ഒരിക്കൽ യുദ്ധത്തിൽ വന്നവര്. ഇനി അതിന്റെ അപ്പുറത്തുള്ള യുദ്ധമാണ്. അന്ന് തന്നെ ഒരു പേടിച്ച് പോയവർ, അന്ന് അതിന്റെ ഇരട്ടി ഉണ്ടാവൂലേ. അപ്പോ അതോടുകൂടി നമുക്ക് ഈ പ്രശ്നം തീരും. ഇവരൊക്കെ ഹലാക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇളകാം. അല്ല, അവിടെ ഒരു ജയിച്ച് വന്നാലോ പിന്നെ നമ്മൾ ഇളകിയിട്ട് കാര്യമില്ല. റോമക്കാരോട് ജയിച്ചു വന്നാൽ പിന്നെ നമ്മൾ ഇളകിയിട്ട് കാര്യമില്ല. ഏതായാലും അത് വരുള്ളൂ, നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ വടക്കൻ മേഖല ഈ റൂട്ട് മാർച്ച് കൊണ്ട് മാത്രം ഭദ്രമായി. ഓടി യുദ്ധം ചെയ്തിട്ടില്ല, ഒരങ്ങനെ പോയിട്ടുള്ളൂ. ഈ പോകലോട് കൂടി തന്നെ അവർ മുസ്ലിം സൈന്യത്തിന്റെ ശക്തിയും മദീനയുടെ പ്രാപ്തിയും വിലയിരുത്തുകയും ഭയന്നുകൊണ്ട് അടങ്ങി നിന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ പ്രദേശത്തും മഹാനായ
ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പോയി ഓരോ കേന്ദ്രങ്ങളിലും ക്യാമ്പ് ചെയ്ത് അതിന്റെ പോക്കറ്റുകളിലേക്കൊക്കെയും ഓപ്പറേഷന് ചെറുസൈന്യങ്ങളെ വിട്ട് അവിടെ മുഴുവനും വിജയം വരിച്ചു. ഒരു പ്രദേശത്ത് പോലും റോമക്കാരുടെ ഒരു ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നിട്ടേയില്ല. റോമക്കാരുടെ ചെറുത്തുനിൽപ്പ്, അങ്ങനെ ഒരു സൈന്യത്തെ റോമാ ചക്രവർത്തി അയക്കുകയോ നാട്ടുരാജാക്കന്മാർ സജ്ജീകരിക്കുകയോ ചെയ്തതേ ഇല്ല. ഇവർ പോയോടത്തൊക്കെ പോയി പ്രതികാരം ചെയ്യേണ്ടവരോട് പ്രതികാരം ചെയ്തു, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചു, നടപടിയെടുക്കേണ്ടവർക്ക് നടപടിയെടുത്തു. എല്ലാം കഴിഞ്ഞു. കൂട്ടത്തിൽ പോയ ഒരാൾക്ക് പോലും ഒരു പരിക്കേൽക്കാതെ വമ്പിച്ച ഗനീമത്ത് നേടി ആ പ്രദേശം മുഴുവനും സുരക്ഷിതമാക്കി ബഹുമാനപ്പെട്ട ഉസാമത്ത് റളിയല്ലാഹു തആല അൻഹു 2.5 മാസം കഴിയുമ്പോൾ മദീനയിൽ തിരിച്ചു വന്നു. ഈ ഒരു തീരുമാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനിന്റെ ശക്തി വിളിച്ചറിയിക്കുന്ന തീരുമാനമാണ്. കാരണം അന്നത്തെ ഭൗതിക സാഹചര്യം വെച്ചുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതാണ് ആ സൈന്യത്തിന്റെ ആ യാത്ര. കാരണം അന്നനെയാണ് ചുറ്റുപാടത്തെ അവസ്ഥ. ആകെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ പിറ്റത്തെ ആഴ്ച ലോകത്ത് 3 പള്ളിയിലെ ജുമാ നടന്നിട്ടുള്ളൂ. നോക്കണം നിങ്ങൾ. ഹിജാസ് മുഴുവനും മുസ്ലിമായി, പരിസര പ്രദേശങ്ങളും മുസ്ലിമായി. അറബി ലോകം ഇസ്ലാം കൊണ്ട് മാത്രം അറിയപ്പെട്ടിരുന്ന സ്ഥാനത്ത് മക്കത്തെ പള്ളിയില്, മദീനത്തെ മസ്ജിദുൽ ഹറാമില്, ബഹ്റൈനിലെ ജുവാസ എന്ന സ്ഥലത്തെ പള്ളിയിൽ, ഈ 3 പള്ളിയിലെ ആഴ്ച ജുമാ നടന്നുള്ളൂ. ബാക്കി മുഴുവനും മുർത്തദായിട്ടുണ്ട്. കുറച്ചാളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ മുർത്തദുകളുടെ മുമ്പിൽ പരസ്യമായിട്ട് ജുമാ നിർവഹിക്കാൻ ധൈര്യമില്ല. എന്ത് പ്രതിസന്ധിയാണ് നിങ്ങൾ നോക്കണം. നബി തങ്ങളുടെ യാത്ര കൊണ്ട് മുസ്ലിം സമുദായം നേരിട്ട പ്രതിസന്ധി നമ്മൾ ഊഹിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറമാണ്. ഇതൊക്കെ മക്കം 10 പേരെ ഇങ്ങനെ കാത്തു നിന്ന് അതുവരെ വിശ്വസിച്ചവരൊക്കെ ശരിക്കും വിശ്വസിച്ചവരാ. മക്കം 10 ആയപ്പോ പിന്നെ ഒരു ഒഴുക്ക. ആ ഒഴുക്കിൽ വന്നവരാ ഈ ആളുകളൊക്കെ. അവരിങ്ങോട്ട് ഒഴുക്കിൽ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഒഴുക്കിൽ അങ്ങോട്ട് പോയി. ഇത്രയും പേര് പറയാനുള്ളൂ. ഇനി അത് ഉറപ്പിച്ച് നിർത്തി പഴയ നബി തങ്ങളുടെ കാലത്തുള്ള ഇസ്ലാമിന്റെ പ്രതാപത്തിലേക്ക് 2 കൊല്ലം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല തിരിച്ചു കൊണ്ടെന്ന് പറയുമ്പോൾ, നബിയല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു മഹാൻ ഈ സംഗതി സാധിച്ചു എന്ന് പറയുമ്പോൾ അസംഭവ്യം എന്ന് പറയേണ്ടി വരും. അത്രയും അത്ഭുതകരമായ ചരിത്രം വിശദമായി പറയാൻ നമുക്ക് സമയമില്ല. ആ ചരിത്രം നോക്കിയാൽ ഉറക്കം വരില്ല നമുക്ക്. മദീന സുരക്ഷിതമല്ലാത്തതിന്റെ പേരിൽ ഈ സൈന്യങ്ങൾ പോയാന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓർഡർ ചെയ്തത് എന്താണെന്നറിയോ? നാട്ടിലുള്ള പുരുഷന്മാര് മുഴുവനും മദീന പള്ളിയുടെ മുറ്റത്തുമായി രാത്രി ഉറക്കമൊഴിച്ച് ആയുധമേന്തി നിൽക്കണം. ആരും ഇന്ന് ഉറങ്ങാൻ പാടില്ല. കാരണം ചുറ്റുമുള്ള അറാബി ഗോത്രങ്ങൾ മുർത്തദായിരിക്കുന്നു. അവരുടെ പ്രതിസംഘങ്ങളെ നമ്മൾ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ അവർ രോഷാകുലരാണ്. ഏത് സമയത്തും അവർ ആക്രമിക്കാൻ വരാം. അവർ വരുമ്പം പിന്നെ സൈന്യങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയില്ല. സജ്ജരായിരുന്നു കൊള്ളണം. തീർന്നില്ല. അന്ന് 6 പ്രധാന പ്രവേശ കവാടങ്ങളാണ് മദീനക്ക് ഉണ്ടായിരുന്നത്. ഖിയാമത്ത് നാളാകുമ്പോൾ 7 ഉണ്ടാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന്ന് 6 പ്രധാന റൂട്ടിലൂടെയാണ് പുറം പ്രദേശത്ത് നിന്നിട്ട് ശത്രുക്കൾക്ക് വരാൻ പറ്റൂ. ആ 6 പ്രദേശത്തും രാത്രി കാലങ്ങളിൽ നേരം പുലരുവോളം 6 പ്രമുഖ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സൈന്യങ്ങളെ കാവലിരുത്തി മദീന കിടന്നുറങ്ങാൻ നോക്കണം. മദീനയിൽ സാധാരണക്കാരനായ മോമിന് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ ഒന്ന് സ്വസ്ഥമായി തൻ്റെ പായൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് 6 നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മദീനയുടെ പ്രവാസ കവാടങ്ങളായ 6 പ്രദേശത്തേക്ക് 6 കമാൻഡർമാരുടെ നേതൃത്വത്തിൽ സൈന്യം അയച്ചു. ബാക്കിയുള്ളവരോട് മുഴുവനും പള്ളിയിൽ വന്ന് രാവ് മുഴുവനും ഉറക്കമൊഴിച്ച് കാവലിരിക്കാൻ ഓർഡർ ചെയ്യേണ്ടി വന്നു. പോണ് ഭീഷണിയാണെന്ന് അറിയാല്ല. പക്ഷേ അള്ളാന്റെ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അതാണ് സമുദായത്തിന് ബറക്കത്ത്. നമ്മൾ എന്തൊക്കെ ഭീഷണി കാണുന്നുണ്ടെങ്കിലും അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് മാറ്റിവെച്ചിട്ടുള്ള ഒരു ബറക്കത്ത് നമുക്കില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സംഗതി ഭീഷണി തന്നെയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അലിയാര് ഷിയൈനി എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ബൈഅത്ത് ചെയ്ത് വെറുതെ പറയാ. ബൈഅത്ത് ചെയ്തതിന് പിറ്റേ ദിവസം ഒരു സൈന്യത്തെ നയിച്ചുകൊണ്ട് മദീനയുടെ പ്രവാസന കവാടത്തിൽ നേരം പുലരുവോളം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴുദ്യോഗസ്ഥനായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൈനിക സേവനം ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, മറ്റൊരു ഭാഗത്ത് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു,
മറ്റൊരാള് തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, ഇനി ഒരാൾ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അടുത്ത ഭാഗത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു, ആറാമത്തെ സ്ഥാനത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഈ വീരശൂര പരാക്രമികളായ സൈനിക കമാൻഡർമാരുടെ നേതൃത്വത്തിൽ 6 ചേരി സൈന്യത്തെ രൂപീകരിച്ച് 6 പ്രവേശന കവാടങ്ങളിലും നേരം പുലരുവോളം സൈന്യങ്ങളെ ദൈനംദിനം കാവല് നിർത്തുകയാണ്. മദീന പള്ളിയിൽ സർവസജ്ജരായി ആയുധമെടുത്ത് ഉറക്കൊഴിച്ചുകൊണ്ട് സ്വഹാബത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശത്രുക്കൾ വന്നു. ഇങ്ങനെയൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവലിരുന്നിട്ടും അറാബികളുടെ സൈന്യം, വലിയൊരു സൈന്യം ജുറൂഫിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മുന്നണി പോരാളികളാവുന്ന ചെറുസംഘം മദീനയിൽ വന്നു നിരപരാധികളായ ആളുകളെ ആക്രമിച്ചു. ഈ ആക്രമണം നേരിടാൻ ഖലീഫ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് നയിച്ചു സൈന്യത്തെ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സൈന്യം ഇവരെ പരാജയപ്പെടുത്തി അവര് ജീവനും കൊണ്ട് ഓടി. അപ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ ഓട്ടം അന്തിമമല്ല, ഇവര് സൈന്യങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല, അവര് മുന്നണി മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കി സൈന്യങ്ങൾ മുഴുവനും ജുർഫിലും പരിസരങ്ങളിലുമായി തമ്പടിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് സൈന്യം. അതുകൊണ്ട് ഇനി നമുക്ക് ഉറക്കമൊഴിക്കാൻ സമയമില്ല. അങ്ങനെ 7 കമാൻഡർമാരെ തെരഞ്ഞെടുത്ത് ഈ 7 കമാൻഡർമാരുടെ നേതൃത്വത്തിൽ 7 സൈന്യങ്ങളെ സജ്ജീകരിച്ച് ഓരോ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി 7 കൂട്ടരെയും തീരുമാനിക്കുകയാണ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സമയം അത്യാവശ്യമായിരുന്നു. ഈ 7 സൈന്യങ്ങൾ ആരൊക്കെയായിരുന്നു നേതൃത്വം വഹിച്ചിരുന്നത്, അവര് എന്തൊക്കെ ചെയ്തു നോക്കണം. തുടങ്ങിയോടത്തുനിന്ന് രണ്ടാമത് പിന്നെ തുടക്കാണ്. പക്ഷേ മക്കയും മദീനയും അങ്ങനെ ഇളകിയില്ല. മദീന ഇളകാതിരിക്കാൻ കാരണം നമുക്കറിയാം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ്. എന്നാൽ മക്ക എന്തേ ഇളകാഞ്ഞ് അതുകൂടി പറഞ്ഞാണ്ട് ആ ഭാഗം ഞാൻ പറയുന്നത്. എന്തേ മദീന ഇളകാഞ്ഞത്, മക്ക ഇളകാഞ്ഞത്? മക്കും ഇങ്ങനെ തന്നെയാണല്ലോ, മക്കം പറിച്ച് തുലകല്ലേ. മക്കം ഫത്തഹിന്റെ അന്ന് ഇസ്ലാം മതം വിശ്വസിച്ച തുലക്കാണല്ലോ. പഴയ മുസ്ലിമുകളൊന്നും അവിടെ ഇല്ലല്ലോ, പഴയൊക്കെ ഹിജ്റ വന്നില്ലേ. പിന്നെന്തേ അവരിളകാതിരുന്നത്? കാരണം നേരത്തെ ഹുദൈബിയ സന്ധിയിൽ നബി തങ്ങളുമായി കരാർ എഴുതാൻ വേണ്ടിയിട്ട് അധിക പ്രസംഗം നടത്തിയിരുന്ന സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ സംസാരം വല്ലാതെ വന്നപ്പോഴേ ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നബി ഇങ്ങോട്ട് പിടിഞ്ഞ് ഞാൻ ആ മുന്നത്തെ പല്ല് 4 കൊണ്ട് തട്ടട്ടെ. അത്ര വലിയ വാചാലനാണ് മുമ്പ്. ആര്? സുഹൈൽ ബിൻ അംർ. വലിയ വാചാലനാണ്. പഴയ കാലത്തൊക്കെ പറയാൻ പാറ ചേറാക്കുന്ന പ്രസംഗം. അപ്പൊ ആ 4 പല്ല് മുന്നിന്നാണ് തട്ടിയാൽ പിന്നെ പ്രസംഗിക്കാൻ കഴിയൂല. കാരണം അക്ഷരം വെളിവാവൂലല്ലോ, ഫൂ 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 എന്ന് വെച്ചേ ഉണ്ടാവുള്ളൂ. പ്രത്യേക പല്ല് വെക്കണ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, ഇന്ന് അവന്റെ സംസാരം നിനക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന് വേണ്ടി അവൻ സ്റ്റേജിലിരിക്കും. ആ സ്റ്റേജിൽ അവൻ ഉപയോഗിക്കുന്ന പ്രസംഗം ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തിന്റെ അടയാളമായിരിക്കും. അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അന്ന് കാഫറാണ് അയാള്. പിന്നെ മക്കം ഫതഹിന് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞു എന്നറിഞ്ഞപ്പോ എല്ലാവരും ഇളകിയതുപോലെ മക്കയും ഇളകി. എന്നാ പിന്നെ നമുക്ക് പഴയ തന്നെ നല്ലത്. ആ സമയത്ത് അവരുടെ നേതാവായിരുന്ന ഹിജ്റ പോന്നിട്ടില്ല, തുലക്കാന് പിന്നെ ഹിജ്റ ഇല്ലല്ലോ. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി. മക്കം ഫത്ഹ് കഴിഞ്ഞാൽ പിന്നെ ഹിജ്റ ഇല്ല, പിന്നെ ഒക്കെ മക്കത്ത് തന്നെ. ബഹുമാനപ്പെട്ട സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൽ ഹറാമിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി. എല്ലാവരും ഒരുമിച്ച് കൂടിയ ഉജ്ജ്വലൊരു പ്രഭാഷണം. ഓ ജനങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുറൈശിയായിരുന്നു, ഒരു മക്കിയായിരുന്നു, ഒരു ഹറമിയായിരുന്നു. പക്ഷേ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട്, നമ്മുടെ ആലോചനക്കുറവ് കൊണ്ട് ആ നബി തങ്ങളെ 2 കൈയും കാട്ടി സ്വീകരിക്കാൻ നമുക്ക് സന്മനസ്സില്ലാത്തതിന്റെ പേരിൽ അന്യനാട്ടുകാർ സ്വീകരിച്ചു. മദീനക്കാർ കൊണ്ടുപോയി. ഇന്നതാ ഇസ്ലാമിന് നേതൃത്വം കൊടുക്കുന്നത് മദീനയാണ്. മദീനത്താണ് നബി തങ്ങൾ കിടക്കുന്നത്. നമ്മുടെ പോരാത്തരമാണ്. നമ്മളന്ന് അവസരത്തിന് ഉയർന്ന് തങ്ങൾ പറയുന്ന ഹക്ക് പിന്തുടർന്ന് തങ്ങളുടെ പിന്നിൽ അണിനിരന്നിരുന്നു എങ്കിൽ ആ ഇസ്സത്ത് ഇന്ന് നമുക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തി. എന്നാൽ ഇന്ന് ആ റസൂലുള്ളാഹി റഫീഖുൽ അഅലയിലേക്ക് നീങ്ങിയിരിക്കുന്നു, ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു. ഇനി ആദ്യമായി
ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോയി മുർത്തദാവുന്നവർ നിങ്ങളാകരുത്. നിങ്ങൾ ആ നബിയുടെ കുടുംബങ്ങളാണ്, നിങ്ങൾ ആ നബിയുടെ നാട്ടുകാരാണ്, നിങ്ങൾ ആ നബിയുടെ സ്വന്തക്കാരാണ്. അതുകൊണ്ട് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. ഈ ഒരൊറ്റ പ്രഭാഷണത്തോടു കൂടി മക്കത്ത് ഒരു കുട്ടി മുർത്തദായില്ല, എല്ലാവരും ഇസ്ലാമിനോട് ഉറച്ചു. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച അവിടെ ജുമാ നടന്നു. ജുവാസരിഞ്ഞ ഇനി പിന്നെ പറയും ഇൻഷാ അല്ലാഹ്. അവിടത്തേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് ആളെ അയച്ചിട്ടുണ്ട്. അവിടെ യുദ്ധം നടന്നിട്ടുണ്ട്. പക്ഷേ പൗതിയായിരുന്നു. ജുവാസ പ്രദേശത്തുള്ള പൗതി ആളുകൾ മുസ്ലിമായ നിലക്ക് അങ്ങനെ വേറൊരു കാരണമുണ്ട്. അത് ആ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് പറയാം. ഇന്ന് ഇത്രയും പറഞ്ഞു. ഇനി ഹുറൂബ് റിദ്ദത്ത് എന്ന് പറയുന്ന ഒരു ശൃംഖല തന്നെ ഉണ്ട്. അതൊന്നും വിസ്തരിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ റമദാൻ 30 ദിവസം പറഞ്ഞാലും അബൂബക്കർ സിദ്ദീഖിനെ കടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയൂല. നമുക്കിപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കാനും കഴിയൂലല്ലോ. ആകെ 30 ദിവസമല്ലേ റമദാൻ അല്ലാഹു തആല തന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞു കണ്ട് പോവുക. ഹുറൂബ് റിദ്ദ ഇൻഷാ അല്ലാഹ് ആ ഭാഗം അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ റബ്ബ് തആല ആ മഹാന്മാരുടെ മാർഗം പിന്തുടർന്ന് അവരെ പിൻപറ്റി ജീവിച്ച് അവരോടൊപ്പം സ്വർഗം പോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലുകളെ കൊണ്ടിട്ട് റമളാനിനെ സജീവമാക്കി അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന, അവൻ്റെ തൃപ്തിക്ക് അഹിലാവുന്ന, റമളാൻ അനുകൂലമായി സാക്ഷിക്കുന്നവരെ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് സലഫുസ്സാലിഹീങ്ങളായ സഹാബത്തിനെയും താബീനെയും താബീനെയും പഠിച്ച് മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തെ ഉൾക്കൊള്ളാനും ആ വഴി തിരിച്ചു നടക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു